ഞാനിപ്പോൾ ഒരു 2.5 ഗ്ലാസ് വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 4-5 സ്പൂൺ തേയിലയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു 3-4 സ്പൂൺ അതും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അത് നമ്മളെ അളവിനനുസരിച്ച് നമുക്ക് വേണ്ടുന്ന വെള്ളമാണ് വെക്കേണ്ടത്. ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം വെച്ചത്. പിന്നെ അത് തിളച്ച് വറ്റിച്ച് വരുമ്പോഴത്തേന് 2 ഗ്ലാസ് താഴെയായിട്ട് വരും. എനിക്ക് അത്രയേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് നല്ല കടുപ്പത്തിലാക്കി എടുക്കണം. തേയിലയൊക്കെ കുറച്ച് കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല കടുപ്പത്തിലാക്കിയിട്ട് അതൊരു കപ്പിലേക്ക് അരിച്ചെടുക്കുക. അത് അരിച്ചെടുക്കുമ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിൽ ഹെന്ന പൗഡർ അത് തട്ടിയിടുക. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പൊട്ടിച്ച പൗഡറായിരുന്നു. പക്ഷേ ഒരു അബദ്ധം കാണിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് പൊട്ടിച്ച ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇരുന്ന് കളറൊക്കെ മാറിപ്പോയി. ഇതിൻ്റെ കൂടെ തട്ടിയിടുകയും ചെയ്തു. പിന്നെ അത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടിയാൽ ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് വെള്ളം തിളച്ച പാടെ കൊണ്ടുവച്ചിട്ട് തനീർ തണുത്തതാണിത്. തണുത്ത് നല്ലതുപോലെ തണുക്കണ്ട, ചൂടോടെ എടുത്ത് ഒഴിക്കരുത്. ചെറിയ ചൂട് വേണം കേട്ടോ. കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് വേണം. അതൊഴിച്ച് കുറേശ്ശെ ഒഴിച്ചെടുക്കുക. ഒറ്റയടിക്ക് എടുത്ത് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് വളരെ സാവകാശം കലക്കിയെടുക്കുക. ഇത് ഞാനിപ്പോൾ എടുത്ത ബൗള് ചെറുതായിപ്പോയി. അവനവന് ആവശ്യത്തിനുള്ള അളവിന് പൗഡർ ഇട്ടാൽ മതി കേട്ടോ. എത്ര കൂടുതൽ മുടിയുള്ളവർക്കാണെങ്കിൽ കൂടുതലിടുക, അല്ലെങ്കിൽ കുറച്ച് മതി. എന്തായാലും ഒരു 3-4 സ്പൂൺ വേണ്ടി വരും. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് എടുക്കണം. പക്ഷേ ഒരുപാട് ലൂസ് ആവരുത്. അങ്ങനെ ആയാൽ മുഖത്തൂടെ ഒലിച്ചിറങ്ങും. ഒരുപാട് കട്ടിയാവരുത്. കട്ടിയായാൽ നമുക്ക് തേക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. എളുപ്പം പെട്ടെന്ന് തേച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കി എടുത്തിട്ട് ഒരു 45 മിനിറ്റോളം മാറ്റി വെക്കണം കേട്ടോ. 45 മിനിറ്റ് വെച്ചതിന് ശേഷമേ തലയിൽ തേക്കാവുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ ശരിക്കും അറിയുന്നത്. അല്ലാതെ ഒരു രാത്രി മുഴുവനും നനച്ച് വെച്ചിട്ട് വീട്ടിൽ തേക്കുന്നത് അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നല്ല സ്മൂത്തായിട്ട് എടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ എടുക്കണം. ഫ്രഷ് മൈലാച്ചിയേക്കാളും നല്ലത് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. 1 മണിക്കൂർ 45 മിനിറ്റ് ഇങ്ങനെ വെക്കണം. 45 മിനിറ്റ് വെച്ചിട്ട് അതിനുശേഷം തല തേക്കും. ഞാനിപ്പോൾ അത് എല്ലാവരും ബ്രഷ് കൊണ്ടൊക്കെ തേക്കുന്ന യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ബ്രഷ് കൊണ്ട് തേക്കുന്ന അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിത് കൈ കൊണ്ട് തന്നെ തേക്കുന്നത്. മൈലാഞ്ചി കൈ ചോപ്പാവുന്നല്ലേ ഉള്ളൂ. അപ്പം തല തേച്ചിട്ട് 1 മണിക്കൂർ ഇട്ടിരിക്കണം. ഞാനത് കുറേ നോക്കിയിട്ട് മുമ്പ് യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞാൽ ഇരുമ്പ് ചട്ടിയിൽ നനച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ ഇരുമ്പാണെങ്കിലും അതിനകത്ത് ഇട്ടിരിക്കണം, തലേ ദിവസം രാത്രി നനച്ച് വെക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെ നോക്കിയിട്ട് അതൊന്നും ശരിയായിട്ടില്ല. മൈലാഞ്ചിയുടെ കൂടെ പിന്നെ നെല്ലിക്കാപ്പൊടി അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് മുടി കറുപ്പിക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പം ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ട് കുറേ പരാജയപ്പെട്ട ആളാണ് ഞാൻ. പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചാനൽ, ഏത് ചാനലാണ് ആരുടെ ചാനലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ നാളായി, 2-3 കൊല്ലം മുമ്പ് അത് കണ്ടതാണ്. ഇങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ, അത് ആമസോണിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചത്. അതിൻ്റെ പേര് എലീഷ്യസ് എന്നാണെന്ന് തോന്നുന്നു, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതുപോലെ വാങ്ങിച്ചിട്ട് 3/4 മണിക്കൂർ നനച്ച് വെച്ചിട്ട് പിന്നെ 1 മണിക്കൂർ തലയിട്ടിരുന്നിട്ട് തലയിൽ തേച്ച് 1 മണിക്കൂർ ഇട്ടിട്ട് കഴുകിക്കളയണം. ഷാമ്പു തേക്കുക. അത് ആദ്യമൊക്കെ ഞാൻ മുമ്പൊക്കെ തേക്കുമ്പോൾ ഷാമ്പു തേക്കാറ്. അങ്ങനെ എൻ്റെ മുടി അധികം നനച്ചിട്ട് ഫ്രണ്ടിൽ മാത്രമേ ഇങ്ങനെ ഉള്ളത് അങ്ങനെ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാൻ തേച്ച് നോക്കിയപ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട്. കാരണം ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഇത് മാത്രം തേച്ചെന്ന് കരുതി മുടി കറക്കത്തില്ല. ഇത് തേച്ചിട്ടാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ പുറകെ വരുന്നുണ്ടല്ലോ, ഇത് തേച്ച് കുളിച്ച് ഷാമ്പു തേക്കാതെ കുളിച്ചിട്ട് അടുത്ത ദിവസം അന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കത്തില്ല. അന്ന് തന്നെ തേച്ചിട്ട് വീണ്ടും തല കുളിക്കാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമോ നീലയമരി അത് ഇനി കാണിക്കാം. ഇത് ഞാൻ തേക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അത് തേച്ചിട്ട് അതൊക്കെ ഞാനിപ്പം രാവിലെ എന്നിട്ട് പല്ലുപോലും തേച്ചിട്ടില്ല. തേച്ചിട്ട് ഇത് കുളിക്കാമെന്ന് കരുതി. അതപ്പം തേക്കാം. പറഞ്ഞല്ല ഇരുമ്പ് ചട്ടിയിൽ അതൊന്നും ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, അതും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മൈലാഞ്ചി ഇല കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. മൈലാഞ്ചി ഇല അരയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ മഷി പോലെ ഇങ്ങനെ വരത്തില്ല. ഇത് നല്ല സ്മൂത്തായിട്ടല്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കുറച്ച് ലൂസാണ്. ഒരുപാട് കട്ടിയായാലും തേക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ലൂസായാലും ബുദ്ധിമുട്ടാണ്. അത് ഒലിച്ചിറങ്ങും. മൈലാഞ്ചി ആണെങ്കിലും കളർ പിടിക്കും, മുഖത്തൊക്കെ കളർ പിടിക്കത്തില്ലേ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ തേച്ചിട്ട് കാണിക്കാം കേട്ടോ. തേച്ചതിന് ശേഷം കാണിക്കാം. അടുത്ത വീഡിയോ അല്ല, പിന്നീട് അടുത്ത ദിവസമേ ഇനി പിന്നെ നീലയമരി തേക്കത്തുള്ളൂ. ഇന്ന് തേച്ച് കുളിച്ചിട്ട്, എന്നാൽ തേക്കുന്നതും കുളിക്കുന്നതൊന്നും കാണിക്കണ്ടല്ലോ. തേച്ചതിന് ശേഷമുള്ളത് കാണിക്കാം. തേച്ച് കുളിച്ചിട്ട് വന്ന്
ഞാനിപ്പോൾ ഇത് 1 മണിക്കൂറൊന്നും ഇട്ടില്ല എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നിന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഞാൻ ഇട്ട് പരാജയപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് കണ്ണാടി ഇരിക്കാതെ ഞാൻ കാണത്തില്ല, എനിക്ക് കാണുന്നില്ല. കണ്ണാടി എടുത്ത് ഞാൻ കാണത്തില്ല. ഇതിൽ കാണാൻ പറ്റുമോ അറിയില്ല, എനിക്ക് കാണുന്നില്ല. ചുവപ്പ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നത്, അത് നന്നായിട്ട് ചുമക്കും, നല്ല ചുവപ്പ് കളർ വരും. ചുവപ്പ് എന്ന് പറഞ്ഞാൽ മെറൂൺ അല്ലേ, നല്ല ബ്രൗൺ കളർ പോലെ അങ്ങനെ മെറൂൺ ആവും. ഈ മൈലാഞ്ചിയുടെ ചുവപ്പ് വരുമ്പോഴാണ് നീലയമരി തേക്കുമ്പം കറക്കുന്നത്. അതല്ലാതെ നീലയമരി ചേർത്ത് കഴിഞ്ഞാൽ അത് മാത്രം ചെയ്താൽ കറക്കത്തില്ല. നീലയമരി അത് ഇൻഡിഗോ പൗഡർ, അത് ഈ കളറിൽ അതും കൂടെ ചേരുമ്പോൾ ബ്ലാക്ക് അല്ല, ഒരു ബ്ലാക്കും ബ്രൗണിൻ്റെ ഇടയ്ക്ക് ഒരു അങ്ങനത്തെ ഒരു കളറാവും. നല്ല ബ്ലാക്കും അല്ല, നല്ല ബ്രൗണും അല്ലാത്തൊരു കളർ. എന്നാലും അറിയത്തില്ല, സാധാരണ മുടി പോലെ തന്നെ അത് കിടക്കും. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. ഞാൻ സാധാരണ ആമസോണിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ചെയ്യാമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ നാട്ടിലെ പൗഡർ അത്ര ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ നിന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതേ അങ്ങനെ തോന്നിയിട്ടില്ല. അതൊക്കെ തേച്ച് പരാജയപ്പെട്ടിട്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചത്, ഓൺലൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നത്. അത് കെമിക്കലുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു കാര്യം കൂടി പറയും, ഈ ഡൈ ഒക്കെ ചെയ്ത് അത്രയും കെമിക്കലൊക്കെ അടിച്ചിട്ട്, ഡൈയിലൊക്കെ കെമിക്കലുള്ളതാണ്, അതൊക്കെ ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫലിക്കണമെന്നില്ല. അത് റിസൾട്ട് എന്താവുമെന്ന് എനിക്കറിയില്ല, അത് കിട്ടത്തില്ല. അത് എന്തായിരുന്നാലും അത് പിന്നെ കുറേ നാൾ കഴിയണം തോന്നുന്നു, അങ്ങനെ കിട്ടുമായിരിക്കും. ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക്? അതുകൊണ്ട് എത്രയും ഇനി നാളെയാണ് ഇൻഡിഗോ പൗഡർ തേക്കുന്നത്. ഞാൻ മൊത്തത്തിൽ അങ്ങനെ തേക്കാറില്ല, ഞാൻ ഫ്രണ്ടിൽ മാത്രം തേക്കത്തുള്ളൂ. എനിക്ക് അവിടെ മാത്രമേ ഉള്ളൂ പ്രശ്നം വരുന്നത്. പിന്നെ നരയ്ക്കുന്നതൊക്കെ അത് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കുറേ നാളായി തേച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5 മാസത്തിൽ കൂടുതൽ, 5-6 മാസത്തിൽ കൂടുതലായി. ഇത് ഒരു പ്രാവശ്യം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം കുഴപ്പമില്ലാതിരിക്കും. എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല. അതും ചിലർ പറയും ഞാൻ ഡൈ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഡൈ ഒന്നും അടിക്കത്തില്ല. ഇത് മാത്രമേ എപ്പോഴും തേക്കുന്ന ആൾക്കാരുടെ വിചാരം തേച്ചൊന്നിടക്കുകയാണെന്നും അങ്ങനെയൊക്കെയാണ്. ഇത് എപ്പോഴും തേക്കുക, അങ്ങനെ എപ്പോഴും തേക്കാറൊന്നുമില്ല. ചിലപ്പോൾ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യമായിരിക്കും തേക്കുന്നത്, അങ്ങനെയൊക്കെയാണ് തേക്കാറുള്ളൂ. ഇതിപ്പം നാളെ ആകുമ്പോഴത്തേന് ഇൻഡിഗോ പൗഡർ കൂടെ ചേർത്ത് തേക്കുമ്പോൾ അത് കളർ മാറും. പക്ഷേ ഇന്ന് പെട്ടെന്ന് എടുത്ത് എനിക്ക് കണ്ണാടി ഉരു വെച്ചിട്ട് തേക്കുമ്പോഴത്തെ കണ്ണാടി വെച്ചുകൊണ്ട് തേക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ണാടി ഉരു വെച്ചിട്ട് തേക്കുമ്പോഴത്തേന് എനിക്കൊന്നും കാണത്തില്ല, എവിടെയൊക്കെ കാണുന്നില്ല അറിയത്തില്ല. എന്തായാലും ഇത്രയും ഭാഗത്തെ തേക്കാറുള്ളൂ, ഇവിടെ ഇത്രയുമേ തേക്കത്തുള്ളൂ ഞാൻ. അപ്പോൾ ഇനി അത് അടുത്തത് പിന്നെ കാണിക്കാം. അടുത്ത തേക്കുന്ന നാളെ എല്ലാ വീഡിയോ ഒന്നിച്ച് തന്നെ ആയിരിക്കും വരുന്നത്. നല്ല ഇൻഡിഗോ പൗഡർ കൂടി തേച്ചിട്ട് കാണിക്കാം. ഇതിപ്പം നീലയമരി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് തേച്ചിട്ടുള്ളത്. അതാണ് നന്നായിട്ട് ഇതിനേക്കാളും എനിക്ക് നന്നായിട്ട് തോന്നിയത് അതായിരുന്നു. പിന്നെ ഇതിൻ്റെ എടുക്കുന്ന അളവ് നമ്മളുടെ മുടി എത്രയുണ്ടോ അതനുസരിച്ചാണ് എടുക്കേണ്ടുന്നത്. കൂടുതൽ മുടിയുള്ളവർക്ക് കൂടുതൽ എടുക്കണം, ഫുള്ള് തേക്കേണ്ടത്. ഞാനിപ്പോൾ എനിക്കിത് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ സംശയം തികഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയാണ് പിന്നെ കുറച്ച് അധികം എടുക്കുന്നത്. എന്നാലൊരു 3 സ്പൂൺ 4 സ്പൂണൊക്കെ വേണ്ടി വരും തോന്നുന്നു. കുറച്ച് മുടിയുള്ളവർക്ക് കുറച്ച് മതിയല്ലോ. ഇപ്പം മണ്ഡലകാലമാണല്ലോ, ക്ഷേത്രത്തിൽ അടുത്ത ക്ഷേത്രമുണ്ട്, അവിടെ വായനയൊക്കെ കേൾക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ബഹളമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഇന്നലത്തെ പോലെ ഇന്നലെ അതെടുത്ത തേയിലയും കാപ്പിപ്പൊടിയൊക്കെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച ആ കപ്പാണ്, അതാണ് കളർ പിടിച്ചിരിക്കുന്നത്. ഞാൻ ഇതിന് വേണ്ടി വെച്ചിരിക്കുക കപ്പ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് കഴുകാനായിട്ട്. ഇത് ചൂട് വെള്ളമാണ്. ഞാനിത് വെള്ളം തിളപ്പിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരമായി. അപ്പം ചൂട് അത്രയും തിളച്ച വെള്ളം വേണ്ട, ചെറിയ ചൂട്, നമ്മൾ കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് മതി, ചെറിയ ചൂട്. ഇത് ഇന്നലെ മൈലാഞ്ചി നമ്മൾ നനച്ചിട്ട് അത്രയും സമയം വെച്ചിരുന്നത് പോലെ ഇത് വെക്കണ്ട. ഇത് നനച്ചിട്ട് ഉടനെ തന്നെ തേക്കാം. ഇത് നനച്ചെടുത്ത് ഉടനെ തേക്കാം, പക്ഷേ തേച്ചിട്ട് 1 മണിക്കൂർ തലയിലിട്ടിരിക്കണം. നനച്ച് വെച്ചിരിക്കേണ്ടെന്നേ ഉള്ളൂ. മറ്റതുപോലെ തന്നെ ഒരുപാട് ലൂസാവണ്ട, ഒരുപാട് കട്ടിയാവണ്ട. ഒരുപാട് കട്ടിയായിപ്പോയി നമുക്ക് തേക്കുന്നത് അത് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ലൂസാവുകയും വേണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി.
കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് അത് വരണം. ഒരുപാട് ലൂസായാൽ പിന്നെ അത് ഒലിച്ച് വരും, മുഖത്തൂടെ ഒലിച്ച് വരും. മൈലാഞ്ചി ഇടുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ചുവപ്പ് ആവുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇത് തേക്കുമ്പം ഗ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ നഖത്തിലും കയ്യിലൊക്കെ കളർ പിടിച്ചിരിക്കും, അതിൽ ചുവപ്പുണ്ടാവും. ആ ചുവപ്പിൽ ഇത് ആയിക്കഴിഞ്ഞാൽ അത് കറുപ്പായിട്ട് വരും, കറുത്ത് കരി പിടിച്ചതുപോലെ കിടക്കും. അല്പം തുള്ളി വെള്ളം കൂടെ. ബ്രഷ് കൊണ്ടൊക്കെ തേക്കുന്നവരുണ്ട്, പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് തേക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. വേറൊരാൾ നമുക്ക് തേച്ച് തരികയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിത് കണ്ണാടി നോക്കി ഞാൻ സ്വന്തം തേക്കത്തതേ ഉള്ളൂ. തലയിൽ തേക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണിക്കണ്ടല്ലോ അല്ലേ. തലത്തേക്കിന് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബുദ്ധിമുട്ടാണ്, കാരണം ഇതെനിക്ക് കണ്ണാടി ഉപയോഗിച്ചിട്ടാണ് തേക്കേണ്ടത്. കണ്ണാടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കാണുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എനിക്കത്. അത്രയും മതി. അതപ്പം തേച്ചതിന് ശേഷമല്ല, തേച്ച് കുളിച്ചതിന് ശേഷം കാണിച്ചു തരാം. നീലയമരി തേച്ചിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ. എനിക്കത് മുടി കുഴപ്പമില്ല, കണ്ണാടി കാണുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. അത് എന്നാലും എനിക്ക്, ഞാൻ പറഞ്ഞില്ല, ഓൺലൈൻ വാങ്ങിച്ച ഹെന്ന പൗഡറും നീലയമരിയും എനിക്ക് അതുപോലെ അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷേ പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതുണ്ടല്ലോ, നന്നായിട്ട് വാങ്ങിക്കും. ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് മൈലാഞ്ചി നന്നായിട്ട് ചുമക്കും കേട്ടോ, നല്ല ചുവപ്പ് കളറാവും. അത്രയും ചുവപ്പാകുമ്പോഴാണ് നീലയമരി തേക്കുമ്പോൾ ഇത് ബ്ലാക്കായിട്ട് വരുന്നത്. ബ്ലാക്കും അല്ല ബ്രൗണും അല്ലാത്തൊരു കളറിലാണ് വരുന്നത്. എന്നാലും അറിയത്തില്ല, ബ്ലാക്ക് ഇതിൻ്റെ കൂടെ കിടക്കുമ്പോൾ അറിയത്തില്ല. ഇതിപ്പം ഇന്നലെ ഞാൻ പെട്ടെന്ന് പിന്നെ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ച ഹെന്ന പൗഡറായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പെട്ടെന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പം ബ്രദറിനെ ഇന്നലെ കൊണ്ടുപോയിട്ട് ഞാൻ രാത്രി തിരിച്ച് വീട്ടിലെത്തിയപ്പം അവിടെ വീണ്ടും അഡ്മിറ്റാക്കി. ഇന്നെനിക്ക് പോകണം അങ്ങോട്ട്, കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നേ. കുഴപ്പമില്ല കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഇവിടെ ഇത്രയും മാത്രമേ ഉള്ളൂ, തേക്കുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഒരുപാട് നരച്ചിട്ടുള്ളവരുടെ തല മുടി തേച്ചിട്ട് നോക്കുമ്പോഴേ നല്ലതുപോലെ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങും നരച്ചെടുക്കുന്നവർ അറിയത്തില്ലല്ലോ. അപ്പം ഞാനപ്പോൾ അത് ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും വാങ്ങിക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഇത് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൈലാഞ്ചി നന്നായിട്ട് ചുവപ്പ് വരണം, നല്ല കളർ വരണം. എങ്കിലാണ് ഇൻഡിഗോ പൗഡർ ഇടുമ്പോൾ നല്ല കറുപ്പായിട്ട് വരുന്നത്. എൻ്റെ കൈയൊക്കെ കളറൊക്കെ നഖത്തിൽ കുറച്ച് ചെറുതായിട്ടൊക്കെ. നമ്മൾ ഗ്ലൗസ് ഇട്ടിരുന്നാലും പിന്നെ ഇത് തല കഴുകുമ്പം വീണ്ടും അത് കയ്യിൽ പറ്റുമല്ലോ, അങ്ങനെ വന്നതാണ്. പിന്നെന്താ വെച്ചാൽ ഇത് ഈ ഷാമ്പു തേക്കരുത്. ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്നത്, പണ്ടൊക്കെ ചെയ്യുമായിരുന്നപ്പോൾ, പണ്ടല്ല കേട്ടോ, 2-3 കൊല്ലം മുമ്പ്, ഞാൻ അതിന് മുമ്പൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ 2-3 മുടിയൊക്കെ ഇങ്ങനെ അരച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടിങ്ങനെ ചെയ്തപ്പോൾ ഷാമ്പു തേക്കാതെ കുളിക്കുമ്പോൾ എന്തോ പോലെയാണ്. എനിക്ക് ഷാമ്പു തേക്കുന്നത് അതാണ് ഇഷ്ടം. എപ്പോൾ കുളിച്ചിരുന്നാലും കുളിക്കുമ്പോഴെല്ലാം ഞാൻ ഷാമ്പു തേക്കും. ഈ മുടി എപ്പോഴും നല്ല മണമായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഷാമ്പു തേച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നീട് ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഈ ഓൺലൈനിൽ ഇങ്ങനെ ഇത് വാങ്ങിച്ചത്, ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ ഷാമ്പു തേക്കരുത്, ഷാമ്പു തേച്ച് അന്നത്തെ ദിവസം തേക്കരുത്. നാളെ മുതൽ തേക്കാം, നാളെ മുതൽ തേക്കുന്ന കുഴപ്പമില്ല. അത് ഷാമ്പു തേക്കുന്ന, എണ്ണ തേക്കുന്നതിന്, കുളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കണ്ട. ഹെന്ന എന്ന് പറഞ്ഞാൽ കണ്ടീഷണറാണല്ലോ. ഇത് പക്ഷേ നല്ല മുടിയുണ്ട്, അങ്ങനെ ആ ഒരു സ്ട്രെസ്സല്ല ഇപ്പം. ഇതിപ്പം കുറച്ച് കട്ടിയായിട്ട് തോന്നും മുടി, കാരണം ഷാമ്പു തേച്ചില്ലല്ലോ. ഇൻഡിഗോ പൗഡർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു തരിതരിയായിട്ട് കിടക്കുന്ന പോലെ തോന്നും. നമ്മൾ ചെറിയ പല്ലുള്ള ചീപ്പിട്ട് അമർത്തി കോതുമ്പോൾ എനിക്കറിയാം. പക്ഷേ ചെറിയ പല്ലുള്ള ചീപ്പ് കൊണ്ട് കോതരുത്. നല്ല ചീകുമ്പോഴത്തേനും മുടി പൊട്ടിപ്പോകും. നനഞ്ഞ മുടിയല്ലേ. വലിയ പല്ലുള്ള ചീപ്പ് കൊണ്ട് വേണം മുടി ചീകുന്നതിന് എടുക്കാനായിട്ട്. ഇനിയും നാളെ കുളിക്കുമ്പോൾ ഷാമ്പു തേക്കാം, കുഴപ്പമില്ല. എണ്ണ തേക്കാം, ഷാമ്പു തേക്കാം. അപ്പോഴും മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കും. എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എണ്ണയൊന്നും തേക്കുന്നില്ല. മുടി അത്രയും പൊഴിഞ്ഞു, ഒരുപാട് മുടി പൊഴിഞ്ഞു കേട്ടോ. എന്താ വാല് പോലെ ആയിപ്പോയി മുടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഈ വീഡിയോ, അന്ന് ഞാൻ അതുകൊണ്ട് ഓൺലൈൻ വാങ്ങിച്ചതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോ, അത് പെട്ടെന്ന് ഞാൻ കുളിച്ചിട്ട് ഇത് പെട്ടെന്ന് പോകാൻ വേണ്ടി കുളിക്കുന്നതായിരിക്കും. അപ്പോഴേ എനിക്കത് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റാതായിപ്പോയി.
അപ്പോഴൊക്കെ വിചാരിച്ചാണ് അന്നേ വിചാരിക്കുന്നതാണ് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇനി അത് വാങ്ങിക്കുമ്പോൾ ഞാനൊരു വീഡിയോ കൂടി ചെയ്യാം. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്തൊന്ന് പറഞ്ഞു തരണ്ടല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി. നേരത്തെ വീഡിയോ എല്ലാം എടുത്ത് കുറേ സമയം കഴിഞ്ഞ് മണിക്കൂറുകളായി. അപ്പോഴും നേരത്തെ ഞാൻ വീഡിയോ എടുത്ത് രാവിലെ കുളിച്ചിട്ട് വന്നപ്പം ഇതിപ്പം കുറേ കഴിഞ്ഞ് നോക്കിയപ്പം കളർ നന്നായിട്ട് സമയം കഴിയുന്നോറും അത് കറുപ്പായിട്ട് വരും, നല്ല കറുപ്പായിട്ട് വരും. കറുപ്പത് കൂടി വരും കേട്ടോ. അത് പക്ഷേ എനിക്ക് കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണത്തില്ല. എനിക്കൊന്ന് ഇവിടെ എങ്ങും അധികം അത് തേക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ശരിക്കും അങ്ങോട്ടായിട്ടില്ല. ഇവിടുത്തെ മുടിയെല്ലാം നല്ല കറുപ്പായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ കറുത്ത മുടിയല്ലായിരുന്നു എന്ന് ചോദിക്കും. പക്ഷേ എനിക്കറിയാമല്ലോ, നിങ്ങളത് തേച്ച് നോക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ ഞാൻ പറയുന്ന കള്ളമാണോ ഇല്ലെന്നറിയാം. ബാക്കിൽ ഇവിടെ എങ്ങും ഇല്ല കേട്ടോ. അങ്ങ് ഓരോ മുടി അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നു മുടി. ഇപ്പം നോക്കുമ്പോൾ നല്ല കറുപ്പായിട്ട് വന്നത്. മുടി ഉണങ്ങി ഒരുപാട് സമയമായി. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞു. ഇപ്പം നേരത്തെ ഞാൻ എടുത്തത് രാവിലെ ആയിരുന്നു. ഉച്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല കറുപ്പായി. അപ്പോൾ അതൊന്നും നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് കരുതിയപ്പം അങ്ങനെയാണ് ഒന്നുകൂടെ ഒന്ന് എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.